ഇന്ന് എന്നോടൊപ്പം ഉള്ളത് അഖിൽ മാരാർ. എന്റെ കളരി പരമ്പര ദൈവങ്ങളെ നോം എന്തായി കാണണേ? നിങ്ങളെ ഒരു കൂട്ടം ആൾക്കാർ ടാർഗറ്റ് ചെയ്ത് ഒരു കോമാളിയാക്കാൻ ശ്രമിക്കുന്നുണ്ടോ? അതാക്കേണ്ട കാര്യമുണ്ടോ? മൈ കണ്ടോളൻസ്, എന്റെ വിധി. നിങ്ങളെ ഒരു കോമാളിയായിട്ട് പോർട്രേ ചെയ്യാൻ വേണ്ടി കുറെ ആൾക്കാർ ശ്രമിക്കുന്നതായിട്ട് എനിക്ക് പേഴ്സണലി പലതും കാണുമ്പോൾ തോന്നാം. മാങ്ങയുള്ള മാവിലല്ലേ ആളുകൾ കല്ലെറിയൂ. ഇയാള് പറയുന്നത് വിശ്വസിക്കരുത്. പലരും നിങ്ങളെ കളിയാക്കാറുണ്ട്, നിലപാടില്ലാത്തൊരു വ്യക്തിയാണെന്ന് പറയാറുണ്ട്. അതെന്തുകൊണ്ടാണ്? നിലപാട് കൂടുന്നതുകൊണ്ടാണോ? പാച്ചേട്ടാ, അവമാനിക്കരുത്. ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. രാഷ്ട്രീയ നേതാക്കന്മാരെന്ന് പറഞ്ഞാൽ രാവിലെ പറയുന്നതല്ല ഉച്ചയ്ക്ക് പറയുന്നത്, ഉച്ചയ്ക്ക് പറയുന്നതല്ല വൈകിട്ട് പറയുന്നത്. ആണോ? നീ ആളൊരു തരികിടയാ, നിന്നെ വിശ്വസിക്കാൻ കൊള്ളില്ല. പിന്നെ നമ്മൾ നിലപാടെന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ വിഷയത്തിൽ നമ്മൾ എടുക്കുന്ന സത്യത്തിനൊപ്പം എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റാൻഡിനെയാണ് നമ്മൾ നിലപാടെന്ന് പറയുന്നത്. എനിക്ക് കഴിവുണ്ടല്ലോ, അങ്ങനെയൊക്കെ വഴിയില്ലോ. ആ കഴിവ് ഉപയോഗിച്ചുകൊണ്ട് പബ്ലിസിറ്റി ഉണ്ടാക്കാം. ഓ, നിന്റെ ബുദ്ധി വിമാനമാണല്ലോ. പബ്ലിസിറ്റി ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇത് കേൾക്കേണ്ടി വരത്തില്ലല്ലോ, എന്നിട്ട് രാഷ്ട്രീയത്തിലേക്ക് വരാം. ഓ അങ്ങനെ. ആ എരണം കെട്ടനോട് ചിലക്കാണ്ടിരിക്കാൻ പറ. തൃക്കാക്കരയിൽ നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ തമാശയായിട്ട് പറഞ്ഞു, എല്ലാം ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും ചിലതൊക്കെ എനിക്ക് ഇല്ലാതാക്കണം. അതിലൊന്നും ഞാൻ ലഹരി. ഭയങ്കരമായ ആള്. ഇപ്പൊ തൃക്കാക്കര തന്നെ താങ്കളുടെ ഒരു മണ്ഡലമായിട്ട് താങ്കൾ മുന്നിൽ കണ്ട് പ്രവർത്തിക്കാനുള്ള എന്തെങ്കിലും പ്ലാനുകൾ അല്ലെ പദ്ധതികൾ മനസ്സിൽ വിഭാവനം ചെയ്തിട്ടുണ്ടോ? ഒരുപാടുണ്ടല്ലോ. ഇച്ചാനെങ്ങാനും ജയിച്ചിരുന്നെങ്കിൽ ഈ ഇത്തിരിക്കണ്ട മാറ്റി മറിച്ചേനെ. അത് തൃക്കാക്കരയിൽ നമുക്ക് ആക്ച്വലി അങ്ങനത്തെ പ്ലാനുകളോ പദ്ധതികളോ ഒന്നും തയ്യാറാക്കി പ്രവർത്തിക്കാൻ പറ്റുന്ന സ്വഭാവത്തിലുള്ളൊരു മണ്ഡലമാണ്. ഇവിടെ എന്ത് ചെയ്താലും ഒന്നും ചെയ്തില്ലെങ്കിൽ കോൺഗ്രസേ ജയിക്കുള്ളൂ. എന്തൊരു കഷ്ടകാലം. ഇതെന്താ സംഭവം? ഞാൻ വെറുതെ ഇപ്പൊ യൂട്യൂബ് എടുത്തിട്ട് അഖിൽ മാരാർ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുമ്പോഴത്തേക്കിനും എനിക്ക് കിട്ടുന്ന സംഭവങ്ങളാണേ. തങ്കക്കുറവേ, നമ്മൾ ഈ നാണം കേട്ടല്ലോ. പിന്നെ നീ പ്രസവിച്ചിട്ടുണ്ടോ മാരാറെ? അത് ഞാൻ ഇപ്പം കുറച്ച് പറ്റിയുള്ള പോസിറ്റീവ് ആയിട്ടുള്ള സംഭവങ്ങളൊന്നും കാര്യമായിട്ട് കിട്ടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ. അയ്യോ, അതെന്ത്? നിന്റെ കയ്യിലിരിപ്പതായിരുന്നല്ലോ.